നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി ചങ്ങരയിൽ ക്ഷേത്രത്തിന് സമീപം പാടത്ത് തീപിടുത്തം. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. ചങ്ങരയിൽ ക്ഷേത്രത്തിന് സമീപമുള്ള പാടത്തെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. പെരുമ്പിള്ളിശ്ശേരി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രോത്സവം ഭക്തി നിർഭരം. നിരവധി ഭക്തർ ഉത്സവാഘോഷത്തിൽ പങ്കെടുത്തു. ക്രൈസ്തവ സഭയ്ക്കും സ്ഥാപനങ്ങൾക്കും എതിരെ ഉയർന്നുവരുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് നിർദ്ദിഷ്ട FCRA നിയമ ഭേദഗതി ബില്ലെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി ചങ്ങരയിൽ ക്ഷേത്രത്തിന് സമീപം പാടത്ത് തീപിടുത്തം. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. ചങ്ങരയിൽ ക്ഷേത്രത്തിന് സമീപമുള്ള പാടത്തെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. കനത്ത ചൂടിൽ തീ അതിവേഗം പടരുകയായിരുന്നു. നേരിയ തോതിലുണ്ടായ കാറ്റും തീപിടുത്തം വ്യാപിക്കാൻ കാരണമായി. പാടത്തിന്റെ പകുതിയോളം ഭാഗത്തേക്ക് വരെ തീ പടർന്ന് കയറിയിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കൊപ്പം നാട്ടുകാരും ചേർന്നാണ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയത്. ഇതിനിടെ തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം തീ പൂർണ്ണമായും അണയ്ക്കുകയായിരുന്നു. വാർഡ് മെമ്പർ ബൈജു സെൻ, PK ലോഹിതാക്ഷൻ തുടങ്ങിയവരും തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ പങ്കെടുത്തു. പെരുമ്പിള്ളിശ്ശേരി ഭുവനേശ്വരി ക്ഷേത്രോത്സവം ഭക്തി നിർഭരം. നിരവധി ഭക്തർ ഉത്സവ ആഘോഷത്തിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം തുടങ്ങിയ വിശേഷൽ പൂജകൾ നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി വിശേഷൽ പൂജകൾക്ക് മുഖ്യ കാർമ്മികനായി. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പ്രസാദ ഊട്ട് വിതരണം ചെയ്തു. വൈകിട്ട് 3-ന് നടന്ന എഴുന്നള്ളിപ്പിന് പെരുവനം സതീശന്മാരാർ നയിച്ച പഞ്ചവാദ്യവും മേളവും അകമ്പടിയേകി. വൈകിട്ട് 6 മണിക്ക് കൊമ്പത്ത് ചന്ദ്രൻ ഊരകം നയിച്ച നാദസ്വരം അരങ്ങേറി. ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 7:30 തായമ്പകയും അരങ്ങേറി. രാത്രി 10 മണിക്ക് നടന്ന എഴുന്നള്ളിപ്പിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ക്രൈസ്തവ സഭയ്ക്കും സ്ഥാപനങ്ങൾക്കും എതിരെ ഉയർന്നുവരുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് നിർദ്ദിഷ്ട FCRA നിയമ ഭേദഗതി ബില്ലെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂർ അതിരൂപത അഡ്വക്കേറ്റ് ഫോറം സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ CBCIക്ക് ഈ അടുത്ത് ഞാൻ ആയതിനു ശേഷമാണ് ലീഗൽ സെൽ തുടങ്ങിയത്. ആ ലീഗൽ സെല്ലിൽ അതിൻ്റെ ഇൻചാർജ് ഒരു CMC സിസ്റ്ററാണ്. ചേച്ചിക്കാരെങ്കിലും ഉണ്ടാകും. ആ CMC സിസ്റ്റർ ഡൽഹിയിലെ എല്ലാ വക്കീൽമാരെയും വിളിച്ചുകൂട്ടി ഈ പ്രൊപ്പോസ്ഡ് ബില്ല് ചർച്ച ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷമുള്ളത് ഒരു സിസ്റ്റർമാർ തന്നെ ഇപ്പോൾ ലീഗൽ വക്കീൽമാർ പേടിക്കില്ല. കാരണം സിസ്റ്റേഴ്സ് അഡ്വക്കേറ്റ്സ് ആയി കഴിഞ്ഞപ്പോൾ ഡൽഹി ഈ വിഷയം ചർച്ചാ വിഷയമാക്കിയത് ഈ CBCയുടെ ലീഗൽ സെല്ലാണ്. പൊതുസമൂഹത്തിനും സ്ഥാപനങ്ങൾക്കും ഏറെ സേവനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളതാണ് ക്രൈസ്തവ സഭയും സഭാ സ്ഥാപനങ്ങളും. പൊതുസമൂഹത്തിൽ അസ്വസ്ഥതയും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉത്കണ്ഠയും സൃഷ്ടിക്കുന്നതാണ് നിർദ്ദിഷ്ട FCRA നിയമ ഭേദഗതി ബിൽ. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആശങ്ക അകറ്റാൻ ഭരണാധികാരികൾ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. അഡ്വക്കേറ്റ് ഫോറം അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജി വർഗീസ് അധ്യക്ഷനായി. അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, ഡയറക്ടർ ഫാദർ മാത്യു കുറ്റിക്കോട്ടയിൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, അഡ്വക്കേറ്റ് ഫോറം സെക്രട്ടറി അഡ്വക്കേറ്റ് ടോജു J നെല്ലിശ്ശേരി, അഡ്വക്കേറ്റ് ബിനീത ജോയ് എന്നിവർ സംസാരിച്ചു. നിർദ്ദിഷ്ട FCRA എന്ന വിഷയത്തിൽ ജോസഫ് കാങ്കപ്പാടൻ, അഡ്വക്കേറ്റ് രജിത് ഡേവിസ് ആറ്റത്തറ, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു.
തൃശൂർ അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്ന് 200ഓളം പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ലാൽ ബിച്ചു കുണ്ടുകുളം മോഡറേറ്ററായി. അഡ്വക്കേറ്റ് ജെക്സൺ ജോസ്, അഡ്വക്കേറ്റ് ബൈജു ജോസഫ്, അഡ്വക്കേറ്റ് സിനി വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. താപനില ഉയർന്നതോടെ തൃശൂർ ജില്ലയ്ക്ക് പുറമെ പാലക്കാട്, കൊല്ലം ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. നിലവിലെ താപനില റെഡ് അലർട്ടിലേക്ക് കടക്കില്ലെന്നാണ് സൂചന. പാലക്കാട് രേഖപ്പെടുത്തിയ 41.9 ഡിഗ്രി സെൽഷ്യസ് ആണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന താപനില. വെള്ളിയാഴ്ച പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. തൃശൂർ, കൊല്ലം ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. രാവിലെ 11 മണിക്കും 3 മണിക്കും ഇടയിൽ നേരിട്ട് വെയിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം. തലചുറ്റൽ, ക്ഷീണം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടേണ്ടതാണ്. സൂര്യാതാപം, നിർജ്ജലീകരണം എന്നിവ തടയാൻ കനത്ത ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യരംഗത്തെ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രം. നിരവധി ഭക്തരാണ് ദേശത്തമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചത്. ക്ഷേത്ര മേൽശാന്തി കലേഷ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ശേഖരൻ, മറ്റ് ഭാരവാഹികളായ കെ എം വിജയൻ, പി വി പ്രതാപൻ, ദിവാകരൻ കുറുപ്പത്ത്, കെ എസ് സന്തോഷ്, കെ ആർ രഘുനാഥൻ, സഹദേവൻ, പി കെ കുട്ടൻ, കെ കെ പ്രതാപൻ, മാതൃസമിതി ഭാരവാഹികളായ പ്രീതി ഉത്തമൻ, ജിഷ ഉണ്ണികൃഷ്ണൻ, സിനി, അജിത സത്യൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കയ്പമംഗലം പള്ളിനട സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. മെയ് 3 ഞായറാഴ്ചയാണ് തിരുനാൾ. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജിജോ ചക്കിയത്ത്, കൈക്കാരന്മാരായ സിബിൻ ജോയ് എലിഞ്ഞിക്കൽ, വിപിൻ പുളിക്കൻ, ജനറൽ കൺവീനർ ബോബി മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാളിന് മുന്നോടിയായി ഈ മാസം 30 വൈകിട്ട് 7 മണിക്ക് അഖില കേരള വടംവലി മത്സരം നടക്കും. മെയ് 1 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 അലങ്കാര ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. തുടർന്ന് ഇടവക ദിനാചരണവും തുടർന്ന് വൺമാൻ ഷോയും നടക്കും. മെയ് 2 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് പാലാ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും. തിരുനാൾ ദിനമായ മെയ് 3 ഞായറാഴ്ച രാവിലെ 10 ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ജോബി കടപ്പൂരാൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ റോബിൻ പാലാട്ടി തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഊട്ടുവെഞ്ചരിപ്പും ഉച്ചയ്ക്ക് 2:30 വരെ നേർച്ച ഊട്ടുവിതരണവും ഉണ്ടാകും. വൈകിട്ട് 4 തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം ബാൻഡ് മേളവും വർണ്ണമഴയും നടക്കും. ദേശീയപാത 66 കയ്പമംഗലത്ത് കാന സർവീസ് റോഡ് നിർമ്മാണം പാതിവഴിയിൽ. ദുരിതത്തിലായി വാഹനയാത്രികരും നാട്ടുകാരും. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് കയ്പമംഗലത്ത് നാട്ടുകാരെയും യാത്രക്കാരെയും വലച്ചത്. കഴിഞ്ഞ 1 മാസമായി മേഖലയിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ച സാഹചര്യമാണുള്ളത്. ദേശീയപാത നിർമ്മാണത്തിനായി സർവീസ് റോഡിൽ പലയിടങ്ങളിലായി തടസ്സങ്ങൾ സ്ഥാപിച്ചിരുന്നു. കൂടാതെ പാതിവഴിയിൽ നിർമ്മാണം നിർത്തിവെച്ച കാനയും ജനങ്ങൾക്ക് ദുരിതമാവുകയാണ്. കയ്പമംഗലം 12 മുതൽ വഴിയമ്പലം വരെയുള്ള ഭാഗങ്ങളിലാണ് നിർമ്മാണം നിലച്ചതിനെ തുടർന്ന് സർവീസ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാക്കിയത്. സർവീസ് റോഡിലൂടെ വരേണ്ട ബസ്സുകൾ കഴിഞ്ഞ 1.5 മാസമായി പാലത്തിന് മുകളിലൂടെ പ്രധാന ഭാഗം വഴിയാണ് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുമൂലം വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരാണ് ദുരിതത്തിലായത്. കാളമുറി സെന്ററിലെ ബസ് സ്റ്റോപ്പിലെത്തേണ്ട ബസ്സുകൾ കിലോമീറ്ററുകളോളം അകലെയുള്ള സ്റ്റോപ്പുകളിലാണ് നിർത്തുന്നത്. ബസ് സർവീസിനെ മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാർ ഇത്തരം ദൂരം നടന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് നടക്കേണ്ട ഗതികേടിലുമാണ്. 1.5 മാസം മുൻപാണ് കാളമുറിയിലെ സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം തടഞ്ഞ സെന്ററിലെ കാന നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ ഇത് പാതി വഴിയിൽ നിർത്തി പണിക്കാർ തിരിച്ചു പോയത് ജനങ്ങൾക്ക് തിരിച്ചടിയായി. കാന നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ സർവീസ് റോഡ് തുറക്കാനാകില്ലെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. കാളമുറി സെന്ററിൽ നിന്ന് കിഴക്കോട്ടുള്ള റോഡിൽ വെച്ച തടസ്സങ്ങൾ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടാകുകയാണ്. ചളിങ്ങാട് ഭാഗത്തേക്ക് വലിയ വാഹനങ്ങളൊന്നും കടന്നു പോകാനാകുന്നില്ല. കടകൾക്ക് മുന്നിൽ സ്ഥാപിച്ച തടസ്സങ്ങൾ നീക്കാൻ വലിയ ഉപകരണങ്ങൾ ആവശ്യമാണ്. നിലവിലെ തടസ്സങ്ങൾ മൂലം ഇതുവഴി യാത്രക്കാർ കുറഞ്ഞത് കച്ചവടത്തെ ബാധിച്ചതായി വ്യാപാരികൾ പറയുന്നു. പനമ്പിക്കുന്നിൽ നിന്നാരംഭിക്കുന്ന 3 പീടിക ബൈപ്പാസിലെ കിഴക്ക് ഭാഗത്തെ സർവീസ് റോഡിന്റെ നിർമ്മാണവും പാതി വഴിയിലാണ്. ഇതുമൂലം പടിഞ്ഞാറ് ഭാഗത്തെ ഇടുങ്ങിയ റോഡ് വഴിയാണ് ഇരുദിശകളിലേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇത് ഗതാഗത കുരുക്കിനും ഇടവരുത്തിയിരിക്കുകയാണ്.
മഴയ്ക്ക് മുൻപേ കാന നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ യാത്രാക്ലേശം രൂക്ഷമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം തിരഞ്ഞെടുപ്പ് കാലത്ത് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ ഒരുമിച്ച് നാട്ടിൽ പോയതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ കാരണമെന്നാണ് നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. ഗ്രാമിന് 14,020 രൂപ, പവന് 1,12,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി ചങ്ങരയിൽ ക്ഷേത്രത്തിന് സമീപം പാടത്ത് തീപിടുത്തം. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. ചങ്ങരയിൽ ക്ഷേത്രത്തിന് സമീപമുള്ള പാടത്തെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. പെരുമ്പിള്ളിശ്ശേരി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രോത്സവം ഭക്തി നിർഭരം. നിരവധി ഭക്തർ ഉത്സവാഘോഷത്തിൽ പങ്കെടുത്തു. ക്രൈസ്തവ സഭയ്ക്കും സ്ഥാപനങ്ങൾക്കും എതിരെ ഉയർന്നുവരുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് നിർദ്ദിഷ്ട FCRA നിയമ ഭേദഗതി ബില്ലെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.